സ്വഭാവം അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അമ്മ വാ. ഒന്നിലും കേറാൻ സമ്മതിക്കില്ല. പിന്നെ എന്തിനാ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത്? ഹലോ, ടെസ്റ്റിംഗ്. എരിഞ്ഞേരിയിൽ നിന്നും വന്നിട്ടുള്ള KSEB ഓവർസിയർ സുഗുണന്റെ ഭാര്യ ബിന്ദു ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഗേറ്റിന് പുറത്തെത്തിച്ചേരേണ്ടതാണ്. അമ്മേ, അത് അച്ഛന്റെ ശബ്ദമല്ലേ? ആണോ? എരിഞ്ഞേരിയിൽ നിന്നും വന്നിട്ടുള്ള സുഗുണന്റെ ഭാര്യ എത്രയും പെട്ടെന്ന് സ്റ്റാൻഡ് വിട്ടു പോകേണ്ടതാണ്. നടക്കോട്ട്. പറയാനുള്ളതെന്ന് വെച്ചാ പറഞ്ഞു. ചാക്കോച്ച തല നോക്കണേ. എന്തിനാ ഇവിടെ തടവണേ? അത് വാള് വച്ചതിന്, ഇത് വാള് വയ്ക്കാതിരിക്കാൻ. എന്നെ എന്തിനാ തടവണേ? നീ ഇനി കഴിക്കാതിരിക്കാൻ. കുത്തു വാങ്ങിക്കും തടവട. ഓരോന്നും മദ്യപിച്ചിട്ട്. ഭാഗ്യവാൻ. ഹോട്ടലായ ഹോട്ടല് മുഴുവൻ തെണ്ടി നടക്കുകയാണെന്ന് അറിയേണ്ട വല്ല കാര്യമുണ്ടോ? സുഖനിദ്ര. അങ്ങനെ തല അങ്ങനെ ഇറക്കി വെച്ചിട്ട് കിടക്കുക. ഞാൻ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. എന്തൊരു സഹകരണം. ചാക്കോച്ചോ, ഒരു രക്ഷയില്ല ചാക്കോച്ചോ. എന്താ? ഉത്തരേന്ത്യയിലെ ഒരു യൂണിവേഴ്സിറ്റി മൊത്തം ഇങ്ങോട്ട് ഇളകി വന്നിരിക്കുക. മിക്കവാറും ഇവിടെയുള്ള എല്ലാ ഹോട്ടലുകളും ലോഡ്ജുകളും ബുക്കഡാണ് അവര് പറയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ കയറി സ്ലീപ്പാം. കേറി കിടന്ന് ഉറങ്ങാന്ന്. വരുന്നില്ല. ഒരു കവിത കേട്ട് ചൊല്ലിയാലോ? ഓ, കവിത. എന്നിട്ട് വേണം പോണ വഴിക്ക് പോലീസ് പിടിക്കാൻ. കേറി കിടന്നു ഉറങ്ങണ്ട. എല്ലാവരും കേറി. മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ. എന്തോ ഒരു ഇവിടെ ഉള്ളവരെയൊക്കെ സമ്മതിക്കണം. ഹോട്ടലെത്തിയോ? ഓണർന്നോ? ഇവിടെ എത്തിയിട്ട് എന്താ എന്നെ വിളിക്കായിരുന്നു? ആദ്യത്തെ 2 ഹെയർ പിൻ കഴിഞ്ഞപ്പോഴേ അച്ഛൻ ഹൈ റേഞ്ചിലായി. അതുകൊണ്ടാ. ഈടായിട്ട് എന്താ അറിയില്ല മോളെ. 2 എണ്ണം അടിച്ചാ മതി. 2 എണ്ണം. അപ്പൊ തലതിരിയും. ഭയങ്കര തലവേദന. പിന്നെ എന്നിട്ടല്ലൊരു ഫുള്ളാകത്താക്കി അടി. മുറി ഒന്നുമേ ഇല്ലേ. ഡോർമെട്രി മറ്റേതാ இருக்கு. போதுமா? ഡോർമെട്രിയോ? ஆமா, டோர்மெட்ரிக்குள்ள 15 கட்டில் பெட், 3 பாத்ரூம். ஆனா சுடு தண்ணி காலை மட்டும் தான் கிடைக்கும். தம்பி, நாங்க எல்லாமே செப்பரேட் ஃபேமிலி. ஏதாவது ஒரு 4 ரூம் கிட்டுமா? ഡോർമെട്രി മറ്റേതാ இருக்கு. വേണനാ കിളമ്പ്. വേണം. ഡേ, ഈ രാത്രി ഇനി എവിടെയും റൂം കിട്ടൂല. വേണ്ട, ഒരു രാത്രിയല്ലേ, നീ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. റൂം റെഡി. എല്ലാരും ഇറങ്ങിക്കോളൂ. டேய், எல்லாருமே தண்ணிடா. மச்சா, சின்ன பொண்ணு செம்ம ஃபிகரடா. எனக்கு பிடிச்சது அதனோட அம்மாவே. ஆரஞ்சு மாதிரி இருக்கு. இப்ப நீ എന്താ പറഞ്ഞത്? நான் ஒண்ணுமே சொல்ல சார். இப்ப நீ என்ன சொன்ன? நான் ஒண்ணுமே சொல்ல சார். நீ என்ன சொல்லியாச்சு? நான் ஒண்ணுமே சொல்ல சார். என்னடா சொல்லல? ഞങ്ങൾ മലയാളത്തുകാരെന്താ പലവരാദികളാണെന്ന് വിചാരിച്ചോടാ. ஏய், மரியாதை பேசுடா. വരക്കണ മര്യാദ. നായെ പേയെ തിരുട്ട് മൂണ്ട മുട്ട മടയ പോടാങ്കോ. தமிழ்நாட்டை பத்தி உனக்கு தெரியாதா? തമിഴ്നാടിനെ പറ്റി പറഞ്ഞ നീ ഇവിടെ മരമാകരി. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഇവന്മാര് വെള്ളം ഊറ്റി ഊറ്റി കൊണ്ടുപോകുമ്പോ നമ്മുടെ സർക്കാർ നോക്കി പക്ഷെ ഞങ്ങളുടെ என்னடா முല്ലപ്പെരിയാർ പറ്റി பேசுற? എങ്കടാ മിതിച്ച. അയ്യോ இங்க டார்மெட்ரி இல்ல, ரூம் இல்ல, ஒண்ணும் இல்ல. எங்கயாவது போய் தொலை. போ போ. വിടറാ വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക്. പാവപ്പെട്ട മലയാളികൾക്ക് കൊടൈക്കനാലിൽ ടൂർ വരാൻ പറ്റുമോന്ന് ഇന്ന് അറിയണം എനിക്ക്. ഇവിടെ വിടറാ. വേണ്ട, ഞങ്ങൾ ഇനി എങ്ങോട്ടുമില്ല. തിരിച്ചു വീട്ടിൽ പോയാൽ മതി. ബിന്ദു, അതെ, ടൂർ എന്ന് പറഞ്ഞാലുള്ള നിങ്ങളുടെ ആഘോഷം തീർന്നില്ലേ? മതി, ഇനി തിരിച്ചു പോ. അല്ല, ഞാൻ
നമസ്കാരം. സാറേ ഏ? അല്ല പോയോടെ നിങ്ങൾ പോന്നാ 3-4 ദിവസം കഴിഞ്ഞാ വരുള്ളൂ എന്നോട്ട്. അത് അറിഞ്ഞില്ലേ കൊടൈക്കനാല് പൂട്ടി. കൊടൈക്കനാൽ കൂട്ടി. സുഗുണ സാറേ, ഈ യുനാനി വിദഗ്ധൻ ഡോക്ടർ റാണ പ്രതാപിനെ കുറിച്ച് എന്താ അഭിപ്രായം? എന്തിനാ? അല്ല, എനിക്ക് കറക്റ്റ് ആയിട്ടൊന്ന് ഏയ്, പിടിച്ചിടാനുണ്ട്. ഇന്നലെ നടന്നതെങ്ങാനും ഇവിടെ ആരോടെങ്കിലും വിളമ്പാൻ നിന്നാ? അയ്യോ, എന്റെ നട്ട് എന്താ? ബോൾട്ടും. ദേ, ആ ഫീസ് കെട്ടിയിട്ട് നേരെ ഓഫീസിലേക്ക് വന്നേക്കാം. അയ്യോ. ഓ. അല്ലാ. എന്ത് പറ്റി? ഓ, ഇന്നലെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോയതാ. ചർച്ച കഴിഞ്ഞത് അവന്മാര് ഇടിച്ചെന്റെ അണക്കെട്ട് തെറിപ്പിച്ചു. എന്നിട്ട് എന്തായി? ഇപ്പൊ അണക്കെട്ടിന് ചോർച്ചയുണ്ടോ എന്നൊരു സംശയം. കിണിക്കാതെ അഴിച്ചു പോ കള്ളക്കളവ. ഇതൊക്കെ ചാവയല്ലേ. സുഗുണൻ ഇന്ന് ഫീൽഡില്ലേ? ഉണ്ട്, ഉച്ചയ്ക്ക് ഇറങ്ങണം. കബീർ ലൈനിൽ പോയിരിക്കുക. പോയിട്ട് വന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു കൊടൈക്കനാൽ ടൂർ? ആ. പോയ പോലെ തന്നെ തിരിച്ചു വന്നെന്ന് കേട്ടു. കേട്ടോ മോഹന, പട്ടി ചന്തയ്ക്ക് പോയ പോലെ എന്നതിന് പകരം ആരൊക്കെയോ കൊടൈക്കനാലിൽ പോയ പോലാന്നത്രേ പുതിയ ചൊല്ല്. അതെ, സുഗുണ സാറിന്റെ ഫാദറിലോ വരുന്നുണ്ട്. എവിടെ? ആ, ചെല്ല് ചെല്ല്. ആ, ഇത്തിരി പതുക്കെ പോയാലും വന്നാൽ അവിടെ തന്നെ ഉണ്ടാവും സാറേ. ഓടാ അവിടെ നിന്ന്. ഇതിലേ പോയപ്പോ തന്നെ ഇവിടെ വന്ന് ഒന്ന് കാണാമെന്ന് കരുതി. എന്താ അത്ര അത്യാവശ്യം? അടുത്ത 25-ന് എന്റെ മോന്റെ കല്യാണ. ചെന്ന് വിളിക്കേണ്ടയിടത്ത് ചെന്ന് വിളിച്ച് തന്നെയല്ലേ പറ്റൂ. ഇത് ഇലക്ട്രിസിറ്റി ഓഫീസാ. ഞാൻ ഇവിടത്തെ കാര്യമല്ല പറഞ്ഞത്, പൊതുവേ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഒരാഴ്ച മുമ്പെങ്കിലും ബിന്ദുവിനെ അങ്ങോട്ട് അയക്കണം. ആളോള് വരുമ്പോ അറിയാലോ, അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുക. വീട്ടുകാരെന്ന് പറയാൻ ആരുമില്ലാന്ന് വന്നാ അത് വരണോ? വേണ്ട, ഇപ്പൊ തന്നെ പൊക്കോളൂ. ഞാൻ ഇറങ്ങുക. ക്ഷണക്കത്തടിച്ചത് 12 മണിക്ക് പ്രസ്സിന്ന് കിട്ടും. അപ്പൊ ഞാൻ പോട്ടെ. ഹലോ ഹലോ മോളെ ബിന്ദു. അമ്മ, അമ്മേ, എത്ര ദിവസം അമ്മയുടെ ശബ്ദം ഒന്ന് കേട്ടിട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആരെ ഫോൺ ഡയൽ ചെയ്തന്നെ? രമേശാ? ഏയ്, ഇപ്പൊ ഞാനും ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. 2 ദിവസമായിട്ട് ഇത്തിരി ഭേദമുണ്ട് മോളെ. രമേശിന്റെ കല്യാണം ആവുമ്പോഴേക്കും അമ്മ പഴയ പോലാവും. എനിക്ക് ഉറപ്പാ അമ്മയ്ക്ക് വേഗം സുഖാവും. മരുന്നൊക്കെ ശരിക്കും കഴിക്കണുണ്ടല്ലോ അല്ലേ? എന്റെ അസുഖത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. കല്യാണത്തിന് ഒരാഴ്ച മുമ്പെങ്കിലും എത്തില്ലേ നീയേ? ഉറപ്പായിട്ടും വരും. അമ്മയുടെ വിശേഷങ്ങൾ പറ. കാണാൻ പറ്റിയില്ലെങ്കിലും അമ്മയുടെ ശബ്ദമെങ്കിലും എനിക്കൊന്ന് കേൾക്കാലോ. പിന്നെ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇന്നലെ രമേശ് കല്യാണം കഴിക്കാൻ പോണ കുട്ടിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ. എന്നിട്ടെന്താ, കുറേ നേരം എന്നോട് സംസാരിച്ചിരുന്നു. പോവാൻ നേരത്ത് എന്നെ കെട്ടിപ്പിടിച്ച് പറയാ, സ്വന്തം മോളെ പോലെ അവരുടെ കുട്ടീനെ നോക്കണം. ഇത്രയൊക്കെ ഞാൻ നോക്കാന്ന് പറഞ്ഞാല് ആ അമ്മയുടെ മനസ്സാവൂ? മക്കള് കൺവെട്ടത്തില്ലാണ്ടാവുമ്പോ ഏതമ്മയുടെ മനസ്സാ പിടിക്കാതിരിക്കുക? എന്റെ അസുഖത്തിന്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. അങ്ങനെ പോണു. അമ്മേനെ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. ആ, ഇവരൊക്കെ കുറെ സമയമായി വന്നിട്ട്. അയ്യോ, ഇവർക്ക് ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. അനിയന്റെ കല്യാണമായിട്ട് ബിന്ദു ഇപ്പഴാ വരണേ? അതേതായാലും കഷ്ടായി പോയി. അളിയന്റെ കല്യാണത്തിന് കാർണൂരുടെ സ്ഥാനത്ത് നിന്ന് ഉത്സാഹിക്കേണ്ട ആളല്ലേ സുഗുണൻ. അതിനും വേണം ഒരു യോഗം. അവളൊരു കുടുംബമായിട്ട് കഴിയണതല്ലേ.
അങ്ങനെ ഇട്ടെറിഞ്ഞൊക്കെ പോരാൻ പറ്റുമോ? കല്യാണം അടിയന്തരാവുമ്പോ അതൊന്നും ഒരു തടസ്സാവില്ല. എന്തേ? ആ ഇനിയിപ്പോൾ അതൊരു വർത്താനാക്കണ്ട. ചായ എടുത്തു വെച്ചിട്ടുണ്ട്, നിങ്ങളൊക്കെ ചെല്ലേ. എൻ്റെ മോളിങ് വന്നേ. മോളിതൊന്നും കാര്യാക്കണ്ട. പഴയ ആളോളാവുമ്പോൾ സംസാരത്തിൽ ഇതിൽ തേമാനമൊക്കെ ഉണ്ടാവും. ക്ഷണിച്ചു വരുത്തിയവരെ വേണ്ട വിധത്തിൽ ഗൗനിച്ചില്ല എന്നുള്ള പരാതിയും വേണ്ട. എൻ്റെ മോള് ചെല്ലേ. അമ്മേ, അച്ഛൻ എന്താ വരാത്ത? കറണ്ട് ഉണ്ടാക്കി തീർന്നിട്ടുണ്ടാവില്ല, തിരുമ്പെത്തും. കറണ്ട് ഉണ്ടാക്കിയേ? ഓ നമസ്കാരം. ഹലോ, ഊണ് വിളമ്പല്ലേ? റെഡി അയച്ചാ വിളമ്പിക്കോളൂ. ഇവിടെ ദേഹണ്ണം ശങ്കരനാരാണെന്ന് കേട്ടു. അയാളാവുമ്പോ കാശ് അങ്ങോട്ട് എണ്ണി കൊടുത്താ നമുക്ക് സ്വസ്ഥായിട്ടിരിക്കാലോ. അല്ല, ഇപ്പൊ നാടൊട്ടുക്ക് കാറ്ററിംഗ് സർവീസുകാരാണല്ലോ. പണ്ടൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ എന്തൊരു ഉത്സാഹമായിരുന്നു. പന്തലിടിയിലും സദ്യ ഒരുക്കലും ഒക്കെ ആയിട്ടൊരു ബഹളമായിരുന്നില്ല. ഇപ്പൊ കല്യാണ വീട്ടിൽ ചെന്നാലേ വിളമ്പാൻ നിക്കണ ഒരു യൂണിഫോം ഇട്ട് പരേഡ് നിക്കണ പോലെ അറ്റൻഷനായിട്ട് അന്നേരം കഴിക്കാൻ ചെന്നാലോ ബൂഫേ അത്ര ഒരുമാതിരി പിച്ചപാത്രം കൈ പിടിച്ച് എനിക്ക് തീരെ ഇഷ്ടല്ല. അപ്പൊ ഇവിടുന്ന് ഊണ് കഴിക്കണില്ലേ?